ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കാരണം ഇത് രാവിലെ ഒരു 5-5:30 എടുത്ത വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇത് കാണാൻ പോകുന്നത് വൈകുന്നേരമോ രാത്രിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണം. എല്ലാവർക്കും സ്കൂളിൽ പോകുന്നതുകൊണ്ട് ആദ്യം തന്നെ ചോറങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ അതൊരു കുക്കറിലാണ് വെച്ചത്. ചോറൊക്കെ അരിയൊക്കെ വെച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ള അതങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ അതിനകത്തുള്ള കറിയൊക്കെ ഓൾറെഡി ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ ഞാൻ എല്ലാം ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും എടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേറെ മറ്റ് പണികളൊന്നും നമുക്ക് കൂടുതൽ ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് പുട്ടും ദോശയാണ് കുട്ടികൾക്ക് 2 പേർക്കും ഇഷ്ടം. അപ്പോൾ ഒരാൾക്ക് പുട്ടും ഒരാൾക്ക് ദോശയും ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടത്. അങ്ങ് രാവിലെ കഴിച്ചു പോയാൽ പിന്നെ വയറ് നിറഞ്ഞ് കുറച്ച് നേരം ഇരുന്നോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. ദോശ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണം. പാറുവിനാണ് ദോശ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ദോശ അങ്ങ് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ വീഡിയോ. ഞാൻ ഇതുവരെ അങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കൂടുതലും നമ്മൾ യാത്രകളൊക്കെയാണ് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളുണ്ടാവും. അത് ക്ഷമിക്കുക കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ ദോശയൊക്കെ അങ്ങ് റെഡിയാക്കി കേട്ടോ. നല്ല നെയ്യൊക്കെ തേച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് പാറുവിന് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതും അങ്ങ് റെഡിയാക്കി വെച്ചു. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി സ്നാക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡിയാണ്. പിന്നെ സ്നാക്ക് ബോക്സ്, അതുപോലെ തന്നെ 2 പേരുടെയും സ്നാക്ക് ബോക്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കണം. പിന്നെ സ്നാക്സ് ആയിട്ട് ഇന്ന് ഞാൻ കൊടുത്തുവിടാൻ ഉദ്ദേശിക്കുന്നത് പഴമാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഹെൽത്തിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അവർ കഴിക്കുകയും ചെയ്തോളൂ, അവർക്ക് ഇഷ്ടമാണ് പഴം. അപ്പോൾ ചെറുപഴവും കൂടി സ്നാക്കായിട്ട് വയ്ക്കാം. അപ്പോൾ അതങ്ങ് സെറ്റാക്കി. പിന്നെ അപ്പോഴത്തേക്ക് അമ്മ കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിച്ച്. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് നിൽക്കാനൊന്നുള്ള സമയമില്ല. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂളിലും പോകണം, എനിക്കും സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് പോലും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. ആ ഒരു ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന അത്ര തന്നെ ഞാൻ നിന്നിട്ടുള്ളൂ. പിന്നെ രാവിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അവിടെ പമ്പ നദിയും കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് ഉണ്ടാവുക. പക്ഷെ അതൊന്നും നോക്കി നിൽക്കാനോ ആസ്വദിക്കാനോ ഉള്ള സമയം നമുക്ക് കിട്ടാറില്ല രാവിലെ. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഞാനത് കഴിഞ്ഞ് വേഗം ഓടിപ്പോയി കുളിപ്പിച്ച് ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായി. പിന്നെ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളെ ഇനി ഒരുക്കി പിന്നെ നേരെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ വിട്ടു കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇതിനകത്തോട്ട് ഇതിൽ മിസ്സായിട്ടുണ്ടാവും കേട്ടോ. അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി, മക്കളെ സ്കൂളിലും കൊണ്ടുപോയി വിട്ട് ഇനി നമുക്ക് സ്കൂളിലോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് അമ്പലത്തിലൊന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്കൂളും അതുപോലെ അമ്പലവും വരുന്നത് അടുത്തടുത്തായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ശരി 1-ാം തീയതി ആറന്മുള അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആറന്മുള അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കേശാദിപാദമൊക്കെ വാങ്ങിച്ചു. അതായത് ഈ തുളസി മാലയൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ കണ്ടോ, ആറന്മുള അമ്പലം എത്താറായി. അപ്പോൾ ഇതാ സ്കൂളും അമ്പലമൊക്കെ അടുത്തടുത്തായതുകൊണ്ട് എപ്പോഴും അമ്പലത്തിലോട്ടൊക്കെ പോയി തൊഴാനൊക്കെ നമുക്ക് നല്ല സൗകര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളിന്ന് ശരി കേശാദിപാദം വാങ്ങാമെന്ന് വിചാരിച്ചു. കേശാദിപാദം പറയുമ്പോൾ ഇതുപോലൊരു നല്ല താമരയും അതുപോലെ തന്നെ തുളസിയുടെ മാലയാണ് ഉണ്ടാവുക. ഇത് ഭഗവാനെ ചാർത്തുന്നതാണ്.